അപ്പൊ എനിക്ക് എന്റെ മോണിറ്ററിൽ കാണാൻ പറ്റും ഒരു പോലീസ് വണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അപ്പോഴേ വിചാരിച്ചു, ദൈവമേ പെട്ടു, മാത്യുവിനെ പോലീസ് പിടിക്കും, പിന്നെ ജയസൂര്യനെ, പിന്നെ ജയറാമേട്ടനെ. അപ്പൊ ജയസൂര്യയുടെ കയ്യില് ക്യാൻ യു പ്ലീസ് ടേക്ക് എ പിക്ചർ ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് അവര് ഫോണും കൊടുത്തു. മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട് സിനിമയില്. ചെറുതായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട്. ഞങ്ങള് ജനപ്രിയം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ബ്രേക്കായി. അപ്പൊ ഒരാൾ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ട്, ജയസൂര്യ ആണ് നായകൻ, തൊട്ടപ്പുറത്ത് ബോബൻ സാമുവൽ ഡയറക്ടർ, തൊട്ടപ്പുറത്ത് ഞാന്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഇൻഷർട്ടായിട്ട് ഒരാൾ വന്നിട്ട്, മിസ്റ്റർ ജയസൂര്യ. അപ്പൊ ജയേട്ടൻ എന്തോ ഭയങ്കര റെസ്പെക്റ്റോടു കൂടി എണ്ണീറ്റിട്ട് സർ, അതെ, ഞാൻ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, എനിക്ക് അഭിനയിക്കാൻ ഒരു റോള് വേണം, ഞാൻ നിങ്ങളെക്കാളും നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ. ഇത് കണ്ടപ്പോഴത്തേക്കിന് മനസ്സിലായി, ശരി ചേട്ടാ, ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചോട്ടെ. ഫുഡൊക്കെ കഴിച്ചോ, പക്ഷെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ ഒരു റോള് വേണം, മസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ, പിന്നെ പുള്ളി കാണാണ്ട് പുള്ളിനെ കുറിച്ച് തന്നെ നോക്കി ഞങ്ങൾ ചിരിക്കുന്നുണ്ട്. ജയേട്ടൻ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒരു വലിയൊരു ഡയലോഗ്, എന്റെ അന്തപുരത്തിൽ എൻസൈക്ലോപീഡിയ മേടിക്കാൻ വന്ന നീ കിങ്കരനാണോ മഹാരാജാവാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗും കൊടുത്ത്, നമ്മൾ ലൊക്കേഷനിൽ പുള്ളിനെ വിളിച്ചിട്ട് ബാമയ്ക്ക് ഓപ്പോസിറ്റ് നിർത്തിയിട്ട് ആ ഡയലോഗും കൊടുത്തു. ആ ഡയലോഗ് എഴുതിയോ ജയേട്ടന് പോലും രണ്ടാമത് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി കടുകട്ടൻ ഡയലോഗായിരുന്നു. പുള്ളി ഒരു ടേക്കായി, 2 ടേക്കായി, ഞങ്ങൾ ക്ലാപ്പ് പോട്ടിട്ട് അടിയട്ടി. അത് ഭയങ്കര എന്ന് വെച്ചാല് അത്ര അഹങ്കാരത്തോടു കൂടി പുള്ളി പറഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്കാരുടെ ഡയലോഗിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോലും പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല. അത് ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞങ്ങള് ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ, ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്ന് ചേട്ടൻ മനസ്സിലായി. ചേട്ടൻ ജയസൂര്യനെക്കാട്ടിലും അഭിനയിക്കാമെന്ന് പറഞ്ഞു. ജയസൂര്യനെ ചേട്ടൻ ചെറുതാക്കുന്ന പോലല്ലേ അപ്പൊ സംസാരിച്ചേ. ചേട്ടന് വളരെ ചെറിയൊരു ഡയലോഗ് തന്നിട്ട് ചേട്ടൻ അതിന്റെ ഒരു ആദ്യത്തെ പാരഗ്രാഫ് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ പുള്ളി പറഞ്ഞ ഞാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഒരു സിനിമയിൽ വരുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ലൈറ്റ് ബോയ്സ് തൊട്ട് ഫുഡ് തരുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ വരയ്ക്കുന്ന നമ്മളെ കൂടെ നിൽക്കും ആ സീൻ പിന്നെ ഭയങ്കര ലൈവ് ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ഹാപ്പി ഹസ്ബൻഡ്സിന് പുറത്ത് പോയപ്പോ അവിടെ ഈ പുറത്തുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ജയസൂര്യ ആരാന്നോ ജയറാമേട്ടൻ ആരാന്നോ റീമ കല്ലിങ്കൽ ആരാന്നോ ഒന്നും. അപ്പൊ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞൊരു പാട്ട് എടുക്കുന്ന ദിവസം പോയി കുറച്ചൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കിന് ജയറാമേട്ടനും ജയേട്ടനും റിമയും എല്ലാരും കൂടെ നിരന്ന് ആ സ്ട്രീറ്റിന്റെ അവിടെ ഇരുന്നിട്ട് അവര് ഭിക്ഷക്കാരെ പോലെ പാട്ടുപാടി. അപ്പൊ പോകുന്ന ആൾക്കാരൊക്കെ ഇവരുടെ പാട്ട് കേട്ട് ടേക്ക് ഇറ്റ് ഈസി എന്ന് പാട്ടുപാടി ആൾക്കാരെല്ലാം കാശിട്ടിട്ട് പോവാ. അങ്ങനെ അതൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ പിന്നൊരു സാധനം, അവിടെ ഒരു ഭയങ്കര ഒരു വലിയ പ്രതിമയുടെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ സോങ്ങിന്റെ ഷൂട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ആ വലിയ പ്രതിമയും അവരുടെയും കൂടെ ഫോട്ടോ എടുക്കണം. അപ്പൊ അവര് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്കിന് ഫ്രണ്ടിൽ കാണുന്നത് പിന്നെ ജയസൂര്യനെയും പിന്നെ ജയറാമേട്ടനെയാ. അപ്പൊ ജയസൂര്യയുടെ കയ്യില് ക്യാൻ യു പ്ലീസ് ടേക്ക് എ പിക്ചർ ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് അവര് ഫോണും കൊടുത്ത് അവരവിടെ പോസ് ചെയ്യുന്ന സമയം കൊണ്ട് ജയേട്ടൻ ഈ ഫോണും കൊണ്ട് ഒരൊറ്റ ഓട്ടം. ഇവരവിടെ ഇവിടെയൊക്കെ നോക്കുക, ആളെ കാണുന്നില്ല. ജയേട്ടൻ ഓടി എവിടെ പോയി ഒളിച്ചിരുന്നു. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് അവസാനം അവര് ആകെ സങ്കടപ്പെട്ട് പോലീസിലൊക്കെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ജയേട്ടൻ പതുക്കെ കൊണ്ട് പുള്ളി എപ്പോഴും സെറ്റിങ്ങിനെ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തമാശ കാണിച്ചുകൊണ്ടിരിക്കും. ഈ തമാശ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടും ഇപ്പൊ കഴിഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ ഞങ്ങൾക്ക് വളരെ ആക്സിഡന്റലി രക്ഷപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ 1-2 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത് രസകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നു. കാര്യം ഈ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ UK-ലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ ഒന്നും
ഹെലിക്യാംസ് ഒന്നും യൂസ് ചെയ്യുന്ന ബാൻഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഒരു പാസിംഗ് ഷോട്ട് എടുക്കണം. അപ്പൊ ഞാനും അസോസിയേറ്റ് ഡയറക്ടർ മാത്യുവും, ഞാനാണ് ഹെലിക്യാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഹെലിക്യാം ഇങ്ങനെ മുകളിൽ നിർത്തി നമ്മുടെ വണ്ടിക്ക് വോക്കി ടോക്കിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുക, ഇന്ന സമയമാകുമ്പോഴത്തേക്കിന് റൗണ്ട് ബോട്ടിന്റെ അവിടെ കൂടെ വണ്ടി പോകണം, ആ സമയത്ത് ബൈക്ക് ഇങ്ങനെ പാസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ മാത്യു ആണ് അവിടെ നിന്നിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. മാത്യു ഇങ്ങനെ ട്രാഫിക്, അപ്പൊ എനിക്ക് എന്റെ മോണിറ്ററിൽ കാണാൻ പറ്റും ഒരു പോലീസ് വണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അപ്പോഴേ വിചാരിച്ചു, ദൈവമേ പെട്ടു, മാത്യുവിനെ പോലീസ് പിടിക്കും എന്നൊക്കെ. അപ്പം പിന്നെ എനിക്ക് കാണുന്നത്, ഞാൻ നല്ല വൈഡായിട്ടാണ് കാണുന്നത്, മാത്യു കൈയൊക്കെ എടുത്തിട്ട് അസോസിയേറ്റർ എന്തൊക്കെയോ പോലീസുകാർക്ക് പറയുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാരെങ്ങാനും മുകളിലോട്ട് നോക്കിയിരുന്നെങ്കിൽ എന്റെ ഹെലിക്കാൻ മുകളിൽ നിൽപ്പുണ്ട്. അവിടെ തന്നെ അപ്പൊ തന്നെ ഒന്നുകിൽ തിരിച്ച് അല്ലെങ്കിൽ ജയിലില് തിരിച്ച് അയക്കും, അല്ലെങ്കിൽ ജയിലില് എന്തായാലും, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ് പോകും. ഇതെന്തെങ്കിലും ഒരെണ്ണം സംഭവിക്കും. കാര്യം അത്രയും പിന്നെ ഷാർപ്പായിട്ടുള്ള റൂൾസും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉള്ള നാടാണ്. അപ്പൊ മാത്യു എന്താണ് ചെയ്തതെന്നൊന്നും അറിയത്തില്ല. എനിക്ക് കുറെ ജസ്റ്റേഴ്സ് ആയിട്ട് കാണാൻ പറ്റും മാത്യു എന്തൊക്കെ കൈയിട്ടൊക്കെ ഇത് ചെയ്യുന്നു. അവസാനം ആ പോലീസ് വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മാത്യു പറഞ്ഞ പെട്ടെന്ന് ഷോട്ട് എടുത്തോ, എന്നിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വണ്ടി കയറിയപ്പോഴാണ് മാത്യു പറയുന്നത്. ഞാൻ ചോദിച്ചു, മാത്യു എന്താ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്? അത് പെട്ടെന്ന് എനിക്ക് പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനാണ് ഓർമ്മ വന്നത്. ഞാൻ അവരുടെ മുന്നിൽ ഫുൾ ഊമയായിരുന്നു. അപ്പൊ അവർക്ക് പാവം തോന്നിയിട്ട് വിട്ടാണ്. ഭാഗ്യം നീ ഹെലിക്കാം താഴെ ഇറക്കിയിരുന്നെങ്കിൽ എന്റെ അഭിനയവും ഇതും കൂടെ ഒക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മളെല്ലാവരും കൂടെ അകത്ത് കിടന്നേ. ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രൈമാണ്. ആക്ച്വലി നമ്മൾ ചെയ്തത് ആ പർട്ടിക്കുലർ പോയിന്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ സിനിമയിൽ ഉണ്ട്, ആ ചേസിങ് സീക്വൻസ് ആ സിനിമയിൽ അതേപോലെ ഉണ്ട്. അത് കാണുമ്പോൾ ഇപ്പോഴും നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല. കാര്യം UK പോലീസ് വന്നെടുത്തിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാത്യുവിന്റെ ആ ദിവസത്തെ അസോസിയേറ്റ് ഡയറക്ടർ മാത്യുവിന്റെ ആ സമയത്ത് അഭിനയം പറഞ്ഞ ഓസ്കാർ കിട്ടേണ്ട അഭിനയമായിരുന്നു. പോലീസുകാർക്ക് എന്നിട്ട് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ സിനിമകളിൽ ഇതേപോലെ രസകരമായിട്ടുള്ള കുറെ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങൾ ഉണ്ട്.